റൊമാൻസ് വിട്ടിട്ട് നമുക്ക് മാസ് ആക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ പോക്കിരി, സത്യമൂർത്തി IPS, യാ മാൻ, ആ അംബാസഡറിൽ നിന്ന് വന്നിറങ്ങിയിട്ടുള്ള ആ ഓട്ടോ, ആ BGM, ആഹാ, ഇപ്പൊ പറയുമ്പോഴും രോമാഞ്ചം. അത് അതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ അന്യായ ട്വിസ്റ്റ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. അത് പൊളി, എന്താ പറയാ, പോക്കിരിയൊക്കെ. ദെൻ അഴകിയ തമിഴ് മകൻ, ആ പടത്തിനെ പറ്റിയിട്ട് പല അഭിപ്രായമുണ്ട്, 2 അഭിപ്രായം 3 അഭിപ്രായം ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മ്യൂസിക്കൽ ആൽബംസ് ആണ് അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞത്. ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറച്ചു കാലം എന്താ ഉണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നു. യാ, തുപ്പാക്കി, കത്തി, തെറി, മർസൽ, ഓ മാൻ, ഒന്നും പറയാനില്ല. തിയേറ്ററിൽ പോയി വിസിലടിച്ച് കൂവി വിളിച്ച് അടിച്ചു പൊളിച്ച് FTFs കണ്ടുകൊണ്ടിരുന്ന കാലം. ഞാൻ നാട്ടിലിരുന്നപ്പോൾ 2 വട്ടം തിയേറ്ററിൽ പോയി കണ്ട ഒരേ ഒരു പടമേ ഉള്ളൂ, അത് തുപ്പാക്കിയാണ്. കാരണം അന്ന് എനിക്ക് 15 വയസ്സൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, തുപ്പാക്കിയൊക്കെ ഇറങ്ങുന്ന സമയത്ത്. അന്ന് ആദ്യം FTFs പോയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം എല്ലാവരും തിയേറ്ററിൽ സീറ്റിന്റെ മേലെ അല്ലെങ്കിൽ പുറത്തിറങ്ങി ഡാൻസ് കളിക്കുക, അത് ഇത് എല്ലാ സീൻസിനും ഓടി ബഹളം. ഇത് ഓർമ്മ ശരി, ഞങ്ങൾ തൃശ്ശൂർ രാഗത്തിലാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് രാഗമുണ്ട്. അപ്പോ വേറെ ലെവലായിരുന്നു ഫസ്റ്റ് ഡേ. ഒന്നും ആ പടം അന്യായ പടമല്ലേ തുപ്പാക്കി. അത് ജസ്റ്റ് ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ഇപ്പോഴൊക്കെയാണ് തിയേറ്ററിൽ ഇറങ്ങണമെങ്കിൽ ഈ പിള്ളേരൊക്കെ പറയും പോലെ തിയേറ്റർ കത്തിക്കും അല്ലെങ്കിൽ നിന്ന് കത്തും. മാരി പടമാണ് തുപ്പാക്കിയൊക്കെ. അങ്ങനെ പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഞാൻ തിയേറ്ററിൽ ഒരു പാട്ടിന് ഫുള്ള് നിന്ന് ഒരു പരിചയമില്ലാത്തവരുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, വിസിലടിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്കിപ്പോ തോന്നുന്നു ഞാൻ ഇംഗ്ലീഷിനേക്കാളും നന്നായിട്ട് തമിഴ് സംസാരിക്കുന്നുണ്ട്, തമിഴ് സിനിമകൾ കാണുന്നുണ്ട്, തമിഴ് ഡയറക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് കാണുന്നുണ്ട്. ആൻഡ് ഒരു പടം അനൗൺസ് ചെയ്യുന്നത് മുതൽ അത് തിയേറ്ററിൽ ഇറങ്ങി അതിന്റെ ഇൻട്രോ കാണിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ പറഞ്ഞു വരാണെങ്കിൽ ഈവൻ ഞാൻ തമിഴ് പൊളിറ്റിക്സ് വരെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം യാറാലെ തളപതി വിജയ്, ദ മാൻ, ദ മിത്ത്, ദ ലെജൻഡ്. ബീയിങ് തളപതി ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. Yeah, we all know that. And ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ടൈപ്പ് ഓഫ് മൂവി, ആ ഒരു വൈബ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് ആക്ച്വലി. I'm gonna miss him. We all gonna miss him ആക്ച്വലി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയാണ്. ആക്ച്വലി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം പറഞ്ഞ റീസൺ, കഴിഞ്ഞ 30 വർഷമായി എനിക്ക് വേണ്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും നിൽക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ റീസൺ. അതിനോട് എനിക്ക് 100% ഒരു ഫാൻ ബോയ് ആയി നിന്നുകൊണ്ട് തന്നെ യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ബിക്കോസ് we need this version of you as well, Anna, because this is the version we used to celebrate. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒക്കെ ഒരു പാർട്ടാണ്, ആയിരുന്നു, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഹോപ്പ് one day you will come back. And that's all from a fanboy. And I don't know, ജനനായകന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി അത് എന്ന് റിലീസായാലും എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ FTFsന് ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. Because we have to give him a fair farewell, and he deserves that too. And see you from a Talapati